കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് കീർത്തനങ്ങളോട് ചേർന്ന് ദൈവകൃപ സ്വീകരിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്നേ ദിവസം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നത് വിൻസെൻഷൻ സഭയിലെ പുരോഹിതരും ഒപ്പം ശമ്മാശന്മാരും അവരോട് ചേർന്ന് ഫിലിപ്പിനേറി കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സുമാണ്. നമുക്ക് ഈ ബഹുമാനപ്പെട്ട വൈദികരോടും പ്രദേശങ്ങളോടും സിസ്റ്റേഴ്സിനോടും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു പാടി ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവ് ഈ ലോകം വിട്ട് എന്ന് പറഞ്ഞ തൻ്റെ പരസ്യ ജീവിതവും മരണ ഉത്ഥാനവും കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് ഒരുമിച്ച് കൂട്ടി അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈശോ പറയുവാണ്, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അങ്ങനെ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഉണർവ് നൽകുന്ന, ദൈവം ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ പൂർണ്ണതയെ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടേ നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗത്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാവൂ. എന്താ ഈശോ ഇത് പറയാൻ കാരണം? ഈശോയ്ക്ക് അറിയാം അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം വചനം പറയാണ്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യേശു പറയുക, ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടുന്നവരെ, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നവരെ എന്ത് ചെയ്യണം? നഗരത്തിൽ തന്നെ വസിക്കണം. നഗരം എന്ന് പറഞ്ഞാൽ ജെറുസലേം നഗരം ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ദൈവാരാധനയുള്ള ഇടം. പ്രിയപ്പെട്ട, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുവാണ്, ഞങ്ങൾ ഉണർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ വളർത്തുന്ന, വരദാനങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, ഉണർവിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണേ. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹത്തോടെ ചെന്ന് പാടിക്കേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ശുദ്ധാത്മാവേ, ആവർത്തിച്ചു പാടി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ സ്വയം ഞങ്ങൾ വരുന്നു തിരുസവിധേ. എല്ലാവരും ആത്മാവിനാ നിറയ്ക്കണേ. നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ. ചെന്ന് പാടിക്കേ, പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണേ, എന്നെ ഉണർത്തണേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് ഏറ്റവും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സ്വർഗത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ചിന്തകളിലേക്ക്, വികാരങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ, ശക്തിപ്പെടുത്തണമേ, ദൈവീകരാക്കി, വിശുദ്ധരാക്കി, വിശുദ്ധിയിൽ തീക്ഷ്ണതയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ദേശത്താണ്, നമ്മൾ ജീവിക്കുന്ന ഒറ്റയ്ക്കല്ല, മറിച്ച് അനേകരുടെ ഇടയിലാണ്. ഓരോ ദിവസവും നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഇറങ്ങിച്ചെല്ലും. നമ്മുടെ ഒരു ദേശമുണ്ട്, നമ്മുടെ ഒരു ഭൂപ്രദേശമുണ്ട്,
നമ്മുടെ ചുറ്റുപാടും വസിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പരിശുദ്ധമാണെന്ന് പറയണം. നമുക്കറിയാലോ, നമ്മുടെ ദേശത്തുള്ള ഒരു തിന്മയുടെ സ്വാധീനം നമ്മെ കൂടെ ബാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേശത്തുള്ള തിന്മ മാറിപ്പോകണം. ദേശത്തുള്ള സകലരും, പ്രത്യേകിച്ച് ഭരണാധികാരികൾ പരിശുദ്ധമാണെന്ന് പറയണം. അങ്ങനെ ദേശത്ത് നന്മയുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷന്മാരെ അയക്കണേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശത്തേക്ക്, ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവ് നീ വരണേ. അങ്ങനെ വിശുദ്ധീകരിക്കണേ, ശക്തിപ്പെടുത്തണേ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ, സ്വയം ആഗ്രഹത്തോടെ പാടിക്കേ. ശിഷ്യമാരെ അയക്കണമേ, ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. സ്വയം ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. സ്വയം നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ആവർത്തിച്ചു പാടി. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ, ഉണർവിൻ വരം ലഭിപ്പാൻ സ്വയം ഞങ്ങൾ വരുന്നു തിരുസവിധേ. ശക്തിപ്പെടുത്തണേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. എല്ലാ നാവുകളൊന്നും സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് സാധിക്കുമ്പോൾ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്താം. വാ തുറക്കട്ടെ, യേശുനാമം ഉയരട്ടെ, ദൈവാരാധന ഉയരട്ടെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ, സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വർഗം അയക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരും. നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാനായിട്ട് സ്വർഗം നമ്മുടെ ഇടയിലേക്ക്. കർത്താവേ, ഞങ്ങൾ പാപികളാണ്. കർത്താവേ, ഞങ്ങൾ പല രീതിയിൽ അശുദ്ധിയുണ്ട്. അന്ധകാരത്തിന്റെ സ്വാധീനം, ഈ അശുദ്ധിയിൽ നിന്നും അന്ധകാരത്തിന്റെ സ്വാധീനത്തെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. ഈശോയെ രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, യേശുവേ ആരാധന. യേശു നാമത്തില്, കർത്താവായ യേശുവിന്റെ അധികാര നാമത്തില് എല്ലാ അന്ധകാര സ്വാധീനം കഴിയട്ടെ. ഈശോയെ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമുക്ക് പ്രഘോഷിക്കാൻ പറ്റണമെങ്കിൽ എന്താ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന അർത്ഥം? നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനവും ശക്തിയും നൽകിയാലേ അത് സാധ്യമാകും. ശിഷ്യന്മാരെ കുറിച്ച് ഈശോ പറയുവാണ്, അപ്പസ്തോല പ്രവർത്തനം അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എങ്ങനെയാ അപ്പസ്തോലന്മാരെ ശക്തി പ്രാപിച്ചേ? എങ്ങനെയാ അവർ വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാ അവർ വചനം പ്രഘോഷിച്ചപ്പോൾ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനേകര് അവരുടെ വചന പ്രഘോഷത്തിലേക്ക് ആകർഷിതരായിട്ട് മാറിയത്? ദൈവത്തിന്റെ വചനം പറയുക, ഈശോ തന്നെ പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? വീണ്ടും വചനം പറയും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നമ്മളുള്ളിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും കൃപയും കടന്നു വരുവാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ തന്നെ നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ സാക്ഷികളായിട്ട് മാറും. നമ്മളുടെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മളെ കാണുന്നവർ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം,
നമ്മുടെ മുഖത്തെ ആനന്ദം, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുമ, നമ്മുടെ കുടുംബത്തിലേക്ക് ആനന്ദം, അത് കാണുമ്പോൾ കാണുന്നവര് അത് അന്വേഷിച്ച് എന്താ ഇവന്, എന്താ ഇവൾക്ക്, എന്താ ഈ കുടുംബത്തിന് ഇത്രയും ആനന്ദം, ഇത്രയും സന്തോഷം? അത് അവർ ആരാധിക്കുന്ന ദൈവം അവർക്ക് നൽകുന്ന കൃപയാണ്. ഇപ്രകാരം മനസ്സിലാക്കി അങ്ങനെ ദൈവത്തിലേക്ക് നമ്മളെ കാണുന്നവരെ അടുക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുക, പരിശുദ്ധാത്മാവിനെ നാം നിറയണം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തി പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികള് ഇതാ ഇപ്രകാരം പാടി പ്രാർത്ഥിക്കുവാണ്. ഒന്നിച്ച് നാം പാടുവാണ്. തിരുവചനം ഘോഷിക്കാൻ, തിരുനന്മകൾക്ക് സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ പാടി. ആവർത്തിച്ച് പാടി. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ എനിക്ക് എന്റെ ഈശോയ്ക്ക് സാക്ഷിയാകണം. ശാശ്വത ശാന്തി അയക്കണമേ ഈ ശിഷ്യരാ നിന്ദാസരിൽ. വിശുദ്ധാത്മാവിന് നൽകണേ. ആവശ്യത്തോടെ പാടിക്ക്. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, ആവർത്തിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു വിശുദ്ധാത്മാവിനെ നിറക്കണേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് എല്ലാവരും ഒന്ന് സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുനാമത്തിൽ സ്വർഗം നൽകുന്ന പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ച് ഈശോയെ, നമ്മോടെ സ്നേഹത്തോടെ ഈശോയെ വിളിച്ച് എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈശോയെ, ഈശോയെ, എൻ്റെ വികാരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. എന്നിലുള്ള എൻ്റെ വികാരങ്ങളിൽ, വിചാരങ്ങളിൽ, പ്രവൃത്തികളിൽ, നാവിൽ, സംസാരത്തിൽ ഉള്ള എല്ലാ അശുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, ക്ഷമിക്കാൻ പഠിപ്പിക്കണേ. കർത്താവേ, പ്രത്യേക ദൈവമേ, എന്നിൽ വസിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കുകയും സ്വർഗത്തിന് വേണ്ടപ്പെട്ടവൻ, വേണ്ടപ്പെട്ടവളായി മാറ്റുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തി കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശു നാമത്തിൽ, കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുമുള്ള അനേകായിരങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം
അന്ധകാര സ്വാധീനങ്ങളും ഞങ്ങളുടെ ദേശത്ത് നിന്ന് മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ പാപത്തിന്റെ സ്വാധീനങ്ങൾ, അന്ധകാര കോട്ടകൾ തകർക്കപ്പെടട്ടെ, മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന്, യേശു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനത്തിന്റെ വരിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ ഉണർവിൻ ശക്തി അയക്കണമേ. ഈശോയുടെ നാമത്തെ സ്തുതിക്കാൻ, ഈശോയുടെ നാമത്തെ ആവർത്തിച്ച് പാടി, ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിക്കാൻ പരിശുദ്ധാത്മ നമ്മെ ഒരുക്കട്ടെ. നമുക്കറിയാലോ, ഈശോ പറയുക, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ഒരാളും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമുക്ക് ഈശോയെ വിളിക്കാൻ പറ്റണമെങ്കിൽ തന്നെ കർത്താവിൻ്റെ കൃപ, പരിശുദ്ധാത്മ ശക്തി വേണം. അതിനായിട്ട് ആഗ്രഹിച്ച് എന്നെപ്പോഴും ഈശോയുടെ കൂടെ നിൽക്കാല കൃപ ചോദിച്ച് ചെന്ന് പാടിക്കേ, പ്രാർത്ഥിച്ചേ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, പരിശുദ്ധാത്മാനയക്കണേ. ഉണർവിൻ ശക്തി അയക്കണമേ, ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ശുദ്ധാത്മാവേ, സ്വരമുയർത്തിച്ചെന്ന് വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. സ്വയം നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. സ്വയം നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ആവർത്തിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ, ഉണർവിൻ വരം ലഭിക്കാൻ സ്വയം ഞങ്ങൾ വരുന്നു തിരുസവിധേ. ശുദ്ധാത്മാവിനെ നിറയ്ക്കണേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. സ്വയം സ്വയം നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കേ, കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ. സ്വയേ 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 യേശുവേ 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 യേശുവേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ കരുണയായിരിക്കണേ, കർത്താവേ ശക്തിപ്പെടുത്തണേ, കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കരുണ തോന്നി ഞങ്ങളെ വിശുദ്ധീകരിക്കണേ, പരിശുദ്ധാത്മാ നിറക്കണേ. കർത്താവേ ഞങ്ങളുടെ മനസ്സിന് ശരീരത്തിന് ശക്തി പകരണേ. കർത്താവേ ഞങ്ങളുടെ ചിന്തകൾക്ക് ജ്ഞാനം നൽകണേ. ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗാനത്തിന്റെ വരികൾ വീണ്ടും നമ്മെ പാടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുവാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് രോഷം മാറാൻ, കലഹം മാറാൻ, വെറുപ്പ് വിദ്വേഷമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് കർത്താവിന്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി ഇതാ ധ്യാനത്തിന്റെ വരികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുക. നമുക്കറിയാലോ, ഈശോ നമ്മോട് പറയുക, നമ്മുടെ എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിക്കും. നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും കുമ്പസാരത്തെ ഏറ്റു പറയുമ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ക്ഷമിച്ച് ദൈവത്തിന്റെ മകനും മകളെന്ന രീതിയിൽ നമ്മെ അനുഗ്രഹിക്കാൻ ഈശോ റെഡിയാ. ഒരൊറ്റ കാര്യം ഈശോ പറയുവാണ്, നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മളും ക്ഷമിക്കണം. ഉവ്വാന്നേ, ശരിയാണ്, നമ്മളെ ചിലരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്യായമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ നശിപ്പിച്ചവര്, അതിന് പരിശ്രമിച്ചവരൊക്കെ ഉണ്ട്. അവരൊന്നും ന്യായീകരിക്കുമല്ല, മറിച്ച് ഈശോ വലിയൊരു വാഗ്ദാനം നമ്മുടെ മുമ്പിൽ വെക്കുക. എന്താ വാഗ്ദാനം? നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഈശോ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നമുക്ക് അർഹതയില്ലാത്ത വലിയ സ്വർഗത്തിന്റെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും.
അങ്ങനെയെങ്കിൽ നമ്മെ വേദനിപ്പിച്ചോടൊക്കെ ഒന്ന് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് ഗാനത്തെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഇത് ഗാനത്തിന്റെ വരിക പറയുക: രോഷമെല്ലാം വെടിഞ്ഞിടുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ യേശുവിൻ ശക്തി അയക്കണമേ. ഇതൊരു പ്രാർത്ഥനയായിട്ടുള്ളിൽ ആഗ്രഹിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. രോഷമെല്ലാം വെടിഞ്ഞിടുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ ആവർത്തിച്ച് പാടി. രോഷമെല്ലാം വെടിഞ്ഞിടുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ അയക്കണേ. യേശുവിൻ ശക്തി അയക്കണമേ. ഈ ശിഷ്യരാം ദൈവമേ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ. ആവർത്തിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ ഞങ്ങൾ ഉണർത്തണേ. ഞങ്ങളെ പരിശുദ്ധാത്മാവേ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ. ആവർത്തിച്ചു പാടി. ഉണർവിൻ വരം ലഭിപ്പാൻ ആഗ്രഹത്തോടെ പാടി. ഞങ്ങൾ വരുന്നു തിരുസവിധേ. ഞങ്ങൾ ഉണർത്തണേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ അനുഗ്രഹിക്കൂ. സ്വർഗത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് വരട്ടെ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ. വലിയ ദാഹത്തോടെ വീണ്ടും പാടിക്കേ. ഉണർവിൻ വരം ലഭിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഉണർത്തണേ. കർത്താവിന് സാക്ഷികളായിട്ട് മാറാൻ ഞങ്ങളെ സഹായിക്കണേ. നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുണൂ. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. നിന്റെ വൻ കൃപകൾ ക്ഷമിക്കാൻ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. എല്ലാവരും കർത്താവിനെ വിളിച്ചേ. കർത്താവ് നാമത്തിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ആഗ്രഹങ്ങള് സ്വർഗത്തിലേക്ക് വളരാൻ, സ്വർഗത്തോട് ചേർന്ന് നിൽക്കാൻ, പാപത്തെ ഉപേക്ഷിക്കാൻ, പുണ്യങ്ങൾ വളരാൻ ഉള്ള നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെച്ച് ശക്തമായിട്ട് സ്തുതിച്ചേ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേൽ, കുടുംബത്തിന് മേൽ, ബന്ധങ്ങളുടെ മേൽ ഉയർത്തപ്പെടട്ടെ. ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ നാമം, യേശു നാമം ഓരോ നാവുകളിൽ നിന്ന് ഉയരട്ടെ. അഭിമാനത്തോടെ ഈശോയെ വിളിച്ചേ, ധൈര്യത്തോടെ ഈശോയെ വിളിച്ചേ. കർത്താവിനെ വിളിക്കുന്നതിന് നാണിക്കാതെ കർത്താവിനെ വിളിച്ചേ. യേശുനാമം ആവർത്തിച്ച് വിളിച്ചേ. ഇതാ സ്വർഗത്തിന്റെ വലിയ അഭിഷേകം, സ്വർഗത്തിന്റെ ശക്തി യേശുനാമത്തിൽ, കർത്താവായ യേശുനാമം നമ്മിലേക്ക് ചൊരിയപ്പെടുക. ആഗ്രഹത്തോടെ വിളിക്ക്. ഇത് കർത്താവിന്റെ വാഗ്ദാനവാ. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ വാഗ്ദാനവാ. നാം കർത്താവിന്റെ നാമം, യേശുനാമം വിളിക്കുന്നെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്. ഇത് കർത്താവിന്റെ വാക്കാ. വിശ്വസിച്ച് വിളിച്ചേ. വാ തുറന്ന് വിളിച്ചേ. സ്വരമയത്ത് വിളിച്ചേ. ഈശോയെ വിളിച്ചേ. എല്ലാവരും വിളിക്കട്ടെ. ഈശോയെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, നിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്ന സകല മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണേ. സ്വർഗത്തിന്റെ ശക്തി അയക്കണേ. സ്വർഗീയ പ്രകാശം അയക്കണേ. ഈശോയെ അന്ധകാരം മാറട്ടെ, വെറുപ്പ് ഉദ്ദേശങ്ങൾ മാറട്ടെ, കലഹപ്രവണതകൾ മാറട്ടെ, സംശയരോഗം മാറട്ടെ, എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന പ്രവണതകൾ ഈശോയെ മാറട്ടെ. ഈശോയെ സന്തോഷിക്കാനുള്ള കൃപ നൽകണേ, സ്നേഹിക്കാനുള്ള കൃപ നൽകണേ. ഐക്യത്തിന്റെ അരൂപി എല്ലാ കുടുംബങ്ങളിലും ഉണർത്തപ്പെടട്ടെ. ഈശോയെ ദൈവാരാധനയില്ലാത്ത ഭവനങ്ങള്, ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിക്കുന്ന ഭവനങ്ങള്, ദൈവത്തിന് വില കൊടുക്കാത്ത ജീവിതങ്ങള്,
അവയിലേക്ക് സ്വർഗത്തിന്റെ ശക്തി കടന്നു വരട്ടെ. കർത്താവിന് വില കൊടുക്കാൻ, ആരാധനയ്ക്ക് വില കൊടുക്കാൻ സാധിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. സ്വർഗീയ പ്രകാശത്താൽ നാം നിറയട്ടെ. അങ്ങനെ കൂടുതൽ സ്നേഹിക്കാൻ, ഒരുമയിൽ ജീവിക്കാൻ, സന്തോഷമുള്ളവരായിട്ട് മാറാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.